മുഹമ്മദ് യാ ഫാത്തിമ, എന്റെ സഹോദരി ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയില്ല ഉമറേ എന്ന് മറുപടി പറയുകയാണ്. അതേ, ഉടൻ തന്നെ അകത്ത് കയറി ഒളിച്ചിരുന്ന സ്വഹാബി ഉണ്ടല്ലോ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, എന്തും വരട്ടെ എന്നുള്ള ധൈര്യത്തോടെ പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമറേ നിനക്കറിയുമോ ഉമറേ, നീ അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ നടക്കുന്നവനാണ്, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിറക്കാൻ നടക്കുന്ന കൊട്ടേഷൻ കൊണ്ടയാണ്. എന്നാൽ അറിയുമോ ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. മണിക്കൂറുകളോളം നിന്ന് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലുകളിൽ നീര് വെക്കുകയാണ്. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, നാഥാ അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം, പടച്ചവനെ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ നാഥാ. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബി ഉമർ ഇബ്നുൽ ഖത്താബ് ഔ ബി അംർ ഇബ്നുൽ ഹിഷാം, പടച്ചവനെ ഒന്നുകിൽ അബൂജഹലിനെ മുസ്ലിമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ മുസ്ലിമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഉമറേ, നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. ഉമർ ഞെട്ടിപ്പോവുകയാണ്. ഞാൻ മുഹമ്മദിന്റെ തലയിറക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി മുഹമ്മദ് കരയുകയാണോ, എനിക്ക് വേണ്ടി മുഹമ്മദ് ദുആ ചെയ്യുകയാണോ? അയിന മുഹമ്മദ് യാ ഖബാബ്, ഏ ഖബാബേ, എങ്കിലാ മുഹമ്മദ് എവിടെയുണ്ട് ഖബാബ്? ഖബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഉമറേ പർവ്വതത്തിന്റെ ചാരത്തുള്ള അറുക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ട്. ഉമറേ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു യാത്രയാകുന്നു ദാറുൽ അർഖമിലേക്ക്, അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ. ഉമറിങ്ങനെ പോയി. ഏകദേശം 40ഓളം സഹാബാക്കൾ ആ വീട്ടിനകത്ത് ഒളിച്ചു താമസിക്കുക. ആരെ പേടിച്ചിട്ടാ? ഒന്നാമത് പേടിക്കുന്നത് ഉമറിനെയാണ്. ആ ഉമറ അങ്ങോട്ടില്ല. അവസ്ഥയും ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. അപ്പോ വാതിലിനകത്ത് ഒരു സഹാബി ഇങ്ങനെ എപ്പോഴും വാതിലിനകത്തുണ്ടാവും. കതക് തട്ടുന്നവരെ തുറക്കും, ആരാമെന്ന് നോക്കും, കാര്യം ചോദിക്കും. കതകിലിങ്ങനെ തട്ടി. പ്രതീക്ഷിക്കാതെ ആരോ വന്നു എന്ന് പറഞ്ഞ് കതക് തുറന്നു നോക്കിയപ്പോ ഉമറാണ്. പടച്ചോമ്പുരാനെ ജീവിതത്തിൽ ഇതേപോലെ ആ സഹാബി ഞെട്ടിയിട്ടുണ്ടാവില്ല. അദ്ദേഹം നോക്കി ഉമർ ഇങ്ങനെ നിൽക്കുക. ഉമർ ഉടൻ തന്നെ ഗാംഭീര്യത്തോട് പറഞ്ഞു, മുഹമ്മദിന്റെ, എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി കതക് തുറന്നതിനെക്കാട്ടി സ്പീഡിൽ കതകങ്ങ് അടച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകുന്നു. മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ആ സഹാബി ഇങ്ങനെ ഓടി വന്നപ്പോഴേ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. തടഞ്ഞു നിർത്തി. എന്താ കാര്യം? ഉമർ വന്നിട്ടുണ്ട്, കതകിൽ തട്ടുന്ന റസൂലുള്ളാഹിയെ കാണുമോ? അത്രയുള്ളോ? എല്ലാവർക്കും പേടിയാ. ഹംസ റളിയല്ലാഹു അൻഹുവിനും പേടിയില്ല. കാരണം ഉമറിനോട് ഏറ്റുമുട്ടാൻ അതേ ശക്തിയുള്ള മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. നബിയെ, ഉമർ വന്നിട്ടുണ്ട്, കതക് തുറക്കാൻ പറയുന്നു. കതക് തുറക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുഴപ്പമെന്താ, കതക് തുറക്കാമല്ലോ. ഈ പേടിച്ച് പിന്മാറുന്ന സ്വഭാവമൊന്നും ഇസ്ലാമിലില്ല. പേടിച്ച് പിന്മാറുന്ന പരിപാടിയൊന്നും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ല. കതക് തുറക്കാലോ. ഉമറല്ല, ഇനി ഉമറിന്റെ ഉപ്പാപ്പ വന്നാൽ എന്താ, നമുക്ക് കതക് തുറക്കാലോ. അല്ലാഹുവിന്റെ റസൂല് കതക് തുറക്കാൻ പറഞ്ഞു. തുറക്കുന്നതിന് മുമ്പ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 സഹാബാക്കളെ വിളിച്ചു. മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു വിളിച്ചു, ഹംസ വരാ, എന്റെ വലതുവശത്ത് വയ്ക്കാൻ പറഞ്ഞു. അലി ഇവിടെ വരിക, എന്റെ ഇടതുവശത്ത് വയ്ക്കാൻ പറഞ്ഞു. രണ്ടുപേരെയും തന്റെ പിന്നിൽ ഇങ്ങനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി കതക് തുറക്കാൻ പറഞ്ഞു. എന്താ? റസൂലുള്ളാഹിന്റെ സെക്യൂരിറ്റി, ബ്ലാക്ക് കാറ്റ്, ബോഡി ഗാർഡ്, റസൂലുള്ളാഹിന്റെ ബോഡി ഗാർഡ് രണ്ടുപേരെ പിടിച്ച് നിർത്തിയേക്കുക. ഇതൊക്കെ ഒരു പാഠമാണ്.
പ്രതിരോധത്തെ മറന്നുപോയ സമുദായത്തിന് പ്രതിരോധത്തിന്റെ മഹത്തായ പാഠം പഠിപ്പിക്കുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണോ പടച്ചതമ്പുരാൻ വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ താങ്കൾ പേടിക്കേണ്ട ഒരു പ്രശ്നവുമില്ല, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം നബിയെ എന്ന് പടച്ചവൻ എന്ന് ഉറപ്പ് കൊടുത്തോ, അതുവരെയും നബിതങ്ങൾ ബ്ലാക്ക് കാറ്റ്സുകളെ നിർത്തുമായിരുന്നു പ്രതിരോധത്തിന്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഉമറിന്റെ മുന്നിൽ കതക് തുറക്കാൻ വേണ്ടി ആ സ്വഹാബി ഇങ്ങനെ നടന്നു. അപ്പൊ ഈ പിറകുവശത്ത് നിന്ന് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് നിൽക്കണേ, എനിക്ക് റസൂലുള്ളാഹിനോടൊരു സംശയം ചോദിക്കാനുണ്ട്. സഹാബാക്കളൊക്കെ ചിന്തിച്ചു, പടച്ചോനെ വാലിന് തീ പിടിച്ചിരിക്കുന്ന സമയത്തും ഹംസാക്ക് എന്ത് സംശയമാണ്? കതക് തുറന്ന് ഉമർ അകത്ത് വന്ന് ഇവിടെ എന്ത് ഭൂകമ്പം നടക്കുന്ന പേടിച്ചിരിക്കുക നമ്മള്. അപ്പോഴാ ഹംസയുടെ ഒരു സംശയം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹംസ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ ഉമറിന്റെ മുന്നിൽ നമ്മൾ കതക് തുറക്കുക, ഉമറിന്റെ മുന്നിൽ നമ്മൾ ദാറുൽ അർഖമിന്റെ കതക് തുറക്കാൻ പോവുകയാ. ഉമർ ഇപ്പോൾ അകത്ത് വരും. ഉമർ നമ്മുടെ ശത്രുവാണ്, ഉമർ നമ്മെ വകവരുത്താൻ നടക്കുന്നവരാണ്. അതുകൊണ്ട് നബിയെ ഈ ഉമർ അകത്തേക്ക് വരുമ്പോൾ ഉമർ വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, ഉമർ വന്നത് ഇവിടെ നല്ലതുപോലെ വന്ന് നല്ല രീതിയിൽ തിരിച്ചു പോകാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ നബിയെ ഞങ്ങളും ഉമറിനോട് അങ്ങനെ തന്നെ പെരുമാറും. ഇങ്ങോട്ട് നല്ലതാണോ അങ്ങനെ അങ്ങോട്ട്, ഇങ്ങോട്ട് നല്ല രീതിയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും നല്ല രീതിയിൽ പെരുമാറും. സ്വഹാബാക്കളുടെ ഈമാൻ അതാ. എന്നാൽ രണ്ടാമത് മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ ഇൻ കാന ജാഅ യുരീദു ശർറ, ഉമർ വന്നത് കുഴപ്പമുണ്ടാക്കാനാണെങ്കിൽ, ഉമർ വന്നത് പ്രശ്നമുണ്ടാക്കാനാണെങ്കിൽ, ഉമർ ദാറുൽ അർഖമിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെങ്കിലും തൊട്ടു നോവിക്കാൻ വേണ്ടിയാണെങ്കിൽ, ആര് കൈകെട്ടി നോക്കി നിന്നാലും ഈ ഹംസക്കതിന് കഴിയില്ല നബിയെ. ഉമർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ ഉമറിന്റെ കയ്യിലിരിക്കുന്ന വാള് വാങ്ങിയിട്ട് ആ ഉമറിനെ ഞാൻ കൊന്നുകളയും നബിയെ. സമ്മതമാണോ? അല്ലാഹുവിന്റെ റസൂലോട് ഹംസ റളിയല്ലാഹു അൻഹു ചോദ്യം, സഹാബത്തിന്റെ ഈമാൻ എങ്ങനാ? എത്ര വലിയ ആള്, എത്ര വലിയ കൊടിയ ശത്രു എന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് നല്ല രീതിയിലാണെങ്കിൽ തിരിച്ചു അങ്ങോട്ടാ. പക്ഷേ ആവശ്യമില്ലാതെ സമുദായത്തിന്റെ നെക്കിട്ടങ്ങാണം കേറാൻ വന്നാൽ, ആവശ്യമില്ലാതെ തൊട്ട് നോവിക്കാൻ വന്നാൽ, മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പറയുന്നു, നബിയേ ഫഖതൽനാകു ബിസൈഫിഹി, ഉമറിന്റെ കയ്യിലുള്ള ആയുധം വാങ്ങിയെടുത്ത് ഞാൻ ഉമറിനെ കൊന്നുകളയും നബിയേ. ഉണ്ടോ ചെറുപ്പക്കാരാ? ഹംസയെ പോലെ ഈമാനിക ആവേശമുള്ള ചെറുപ്പക്കാരുണ്ടോ? കഴിയുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരന് 21ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ സംസ്കാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഇസ്ലാമിക വിപ്ലവ ബോധം എന്തെന്നറിയാത്ത, ഇസ്ലാമിക ആദർശ ധീരത എന്തെന്നറിയാത്ത, അതേ ഇസ്ലാമിനെ മറന്നുപോയ ഈമാനിക ആവേശമില്ലാത്ത ചെറുപ്പക്കാരോട് ചോദിച്ചു കൊള്ളട്ടെ, നിനക്ക് കഴിയുമോ ഒരു ഹംസയാകാൻ? നിനക്ക് കഴിയുമോ ഒരു ഹംസയാകാൻ? മഹാനായ ഹംസത്തുൽ ഖർറാറിനെ പോലെ ഈമാനിക ആവേശമുള്ള, ഇസ്ലാമിനോട് സ്നേഹമുള്ള ചെറുപ്പക്കാർ ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ല സഹോദരങ്ങള്, ഒരു ബാബരി മസ്ജിദ് ഇവിടെ തകർക്കപ്പെടില്ലായിരുന്നു. ഈ ഒരു ഈമാനിക ആവേശമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു നിരപരാധിയും ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ഈ ഒരു ആവേശമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ അബ്ദുൽ പോലെ ഒരു സഹോദരനെയും നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഈ ഒരു ഈമാനിക ആവേശമാണ് നമുക്ക് വേണ്ടത്. മഹാനായ ഹംസത്തുൽ ഖർറാർ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ഉമറിന്റെ മുന്നിൽ കതക് തുറക്കപ്പെടുകയാണ്. ഉമർ അകത്തേക്ക് കടന്നു വരികയാണ്. ആരെയും ഉമർ തിരിഞ്ഞു നോക്കുന്നില്ല, ആരെയും ഉമർ മൈൻഡ് ചെയ്യുന്നില്ല. ഉമർ നടന്ന് ഉടവാടുമോരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കതക് തുറക്കപ്പെടുകയാണ്. ഉമർ നടന്നുകൊണ്ട് അകത്തേക്ക് കടന്നു വരികയാണ്. മഹാനായ ഉമർ നടന്ന് ഇലാ ഹളറത്തി റസൂലില്ലാഹ്.
മഹാനായ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയാണ്. സ്വഹാബാക്കളെല്ലാം നിശബ്ദരായി നിന്നു പോവുകയാണ്. ഈ സമയത്ത് മഹാനായ ഉമർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ മുട്ടുമടക്കി ഇരിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി ചോദിക്കുന്നു, മാ ജാബിക യാ ഉമർ, ഉമറേ ഇവിടേക്ക് കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉമറേ? ഉമർ മറുപടി പറയുന്നില്ല. സഹാബാക്കളെല്ലാം നിശബ്ദരാണ്. രണ്ടാമത് വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, മാ ജാബിക യാ ഉമർ, ഉമറേ ഇവിടേക്ക് കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉമറേ? രണ്ടാമതും ഉമർ മറുപടി പറയാതിരിക്കുമ്പോൾ ثم جذبه جذبا شديدا മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഉമറിനെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഉമറേ മാ ജാബിക യാ ഉമർ, എടാ ഉമറേ ഇവിടേക്ക് കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉമറേ? ഉടൻ തന്നെ ഉമർ പ്രഖ്യാപിക്കുകയാണ്, യുമിനു ബില്ലാഹി വറസൂലിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ തലയിറക്കാൻ വന്ന ഉമറുണ്ടല്ലോ, ആ ഉമർ ദാ മുസ്ലിമായിരിക്കുകയാണ്. മഹാനായ ഉമറുണ്ടല്ലോ, ഉമർ മുസ്ലിമായിരിക്കുകയാണ്. സഹാബാക്കൾ സന്തോഷം കൊണ്ട് തക്ബീർ മുഴക്കുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഓടി വന്ന് ഉമറിനെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാം കഴിയുമ്പോൾ ഉമർ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയേ എന്തിനാ നബിയെ ഒളിച്ചു കഴിയുന്നത്? നമ്മൾ സത്യമാർഗത്തിലല്ലയോ നബിയേ? നമ്മൾ സത്യദീനിലല്ലയോ നബിയേ? പിന്നാരെയാ നബിയെ നമ്മൾ പേടിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ നബിയെ, ഇനി ഒളിവിൽ കഴിയേണ്ട നബിയെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നബിയെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അനുവാദം കൊടുക്കുകയാണ്. അതേ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സഹാബാക്കളെ രണ്ടു വരിയായി നിർത്തുകയാണ്. ഒന്നാമത്തെ വരിയുടെ മുന്നിൽ മഹാനായ ഹംസത്തുൽ ഖർറാർ, രണ്ടാമത്തെ വരിയുടെ മുന്നിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒന്നാമത് മധ്യഭാഗത്ത് തന്നെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സഹാബാക്കളെ രണ്ടു വരിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ പരേഡ് നടക്കുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ മാർച്ച് പാസ് നടത്തുകയാണ്. മക്കാമരണാര്യത്തിൽ ശത്രുക്കളാ ഞെട്ടിവിറച്ചു പോവുകയാണ്. മുസ്ലിം സമുദായം ഇതുവരെയും തങ്ങളുടെ കാൽ കീഴിൽ അടിമകളായി കഴിഞ്ഞവരാണ്. ഇതുവരെയും തങ്ങളുടെ കാൽ കീഴിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞവരാണ്. അവരിതാ പുറത്തിറങ്ങുകയാണ്. ഉമറിന്റെ നേതൃത്വത്തിൽ, ഹംസയുടെ നേതൃത്വത്തിൽ അവരിതാ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ അവര് നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഈ ലോകത്തെ ആദ്യത്തെ ഭവനമായ കഅബാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അബൂജഹൽ പേടിക്കുകയോ, ഉത്തമത്തും ശൈബത്തും അബൂജഹലും പേടിച്ചു പോവുകയാണ്. അതേ എന്റെ സഹോദരങ്ങള്, ഏതെല്ലാം കാലത്തോളം മുസ്ലിം ചെറുപ്പക്കാരുടെ ശക്തി പ്രകടനം നടക്കുമോ, ഏതെല്ലാം കാലത്തോളം ചെറുപ്പക്കാർ അടിയടിയായി രംഗത്ത് വരുമോ, അക്കാലത്തെല്ലാം ശത്രുക്കൾ ഭയപ്പെട്ട ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അന്നും ഇന്നും ശത്രുക്കളുടെ സ്വഭാവം അത് തന്നെയാണ്. എല്ലാവരും ഭയപ്പാടോടുകൂടി നോക്കി നിൽക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയേ എന്ത് ഇബാദത്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക, ഒരാളും താങ്കളെ തൊടില്ല നബിയേ, ഒരാളും തങ്ങളെ ആക്രമിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും സന്തോഷത്തോടെ ഇബാദത്ത് ചെയ്യുകയാണ്. മഹാനായ ഉമർ കൈകെട്ടി
തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ഉമർ വെല്ലുവിളിക്കുകയാണ്, എടാ അബൂ ജഹൽ, എടാ അബൂ ലഹബ്, എടാ അബൂ സുഫിയാൻ, ഉത്ബത്ത്, ശൈബത്ത്, ആരുണ്ടടാ എന്നെ ഒന്ന് നേരിടാൻ? എന്റെ സഹോദരങ്ങളായ എന്റെ ഹബീബായ റസൂലിനെയും ഈ സഹാബത്തിനെയും ഒന്ന് തൊടാൻ ധൈര്യമുള്ളവനുണ്ടോ? എങ്കിൽ കടന്നുവാടാ, എങ്കിൽ കടന്നുവാടാ. ഉമറാണടാ വിളിക്കുന്നത്, ഉമറാണടാ വിളിക്കുന്നത്. ആർക്കാണടാ ധൈര്യമുള്ളത്? അന്തസ്തിന ഉമ്മഹു, സ്വന്തം ഉമ്മമാർക്ക് മക്കളില്ലാതെയാക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? സ്വന്തം മക്കളെ അനാഥരാക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? സ്വന്തം ഭാര്യമാരെ വിധവകളാക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? എങ്കിൽ കടന്നുവാടോ, കടന്നുവാടോ. ഉമറാണടാ വിളിക്കുന്നത്. കടന്നു വരിരടോ, കടന്നു വരിരടോ. ഉമർദാ വെല്ലുവിളിക്കുകയാണ്. ഏത് ഉമറാ? ഒരു കാലത്ത് അക്രമ രാഷ്ട്രീയക്കാരന്റെ കൊട്ടേഷൻ കൊണ്ടയായിരുന്ന ഉമർ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചപ്പോ, ഖുർആനിനോട് അല്ലാഹുവിനെ മനസ്സിലാക്കിയപ്പോ ന്യൂനപക്ഷ സമുദായത്തിന്റെ സംരക്ഷകനായി മാറിയിരിക്കുകയാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, കഴിയുമോ 21ാം നൂറ്റാണ്ടിൽ ഉമറായി മാറാൻ, ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായി മാറാൻ? അതുകൊണ്ട് എന്റെ പൊന്നുമോനെ ഖുർആനിലേക്ക് മടങ്ങടാ. ഖുർആനിനോട് ജീവിതത്തിൽ ഈമാൻ ഉണ്ടാക്കിയെടുക്കാം. ഖുർആനിനോട് ജീവിതത്തിൽ സർവ പ്രശ്നങ്ങളും പരിഹരിക്കാം. കരുണക്കടലായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.